ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച വന്നിരിക്കുന്നു. ഗായ്സ്, എത്ര പെട്ടെന്നല്ലേ ഒരാഴ്ചയല്ല പോകുന്നത്. ഈ കാണുന്നില്ലേ, ഒരു സൈഡ് ചന്ദ്രനും മറ്റൊരു സൈഡ് സൂര്യനും ഉദിക്കാൻ ഇങ്ങനെ പോവുകയാണ് ആകാശത്തിൽ. ഒരു കാഴ്ച എന്ത് മനോഹരമാണ്. ഈ കാഴ്ചയിൽ കാണണമെങ്കിലും രാവിലെ അടിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ കാഴ്ച കാണാൻ. ഇങ്ങനെ പോത്തുപോലെ ഉറങ്ങിയിട്ട് എന്ത് പോണയില്ല, കാലത്തഞ്ചിരി ഇങ്ങനെ നടക്കാതെ വരുന്നത് എന്തെങ്കിലും കാണും. അങ്ങനെ സുബീസ് കഴിച്ചിട്ട് ചായ വെച്ചിട്ട് കുടിച്ചിട്ട് ഉറങ്ങാനെന്തോ ഒരു പാങ്ങാണ്. അപ്പോൾ ഞാൻ നല്ല ചായല കുടിച്ചിട്ട് ഉറങ്ങാൻ പോയേക്കാണ്. അങ്ങനെ ഉറങ്ങിരച്ചിട്ടാകുമ്പോൾ എന്തോ സാധനം എങ്ങനെ പീടിയൊക്കെ പോകണം വിചാരിച്ചു. അപ്പോൾ ഞാൻ പീടിയൊക്കെ പോവുകയാണ്. അത് ഭയങ്കര വെയിൽ, എന്ത് വെയിൽ. നമ്മൾ രാവിലെ കണ്ട ആ ഒരു സൂര്യനില്ലേ, ഇപ്പോൾ ഉദിച്ചിട്ട് തലേൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും ചൂടുണ്ട്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അങ്ങനെ ആ പീടിയൊക്കെ ഒരു സാധനം വാങ്ങിയിട്ട് ഒന്നും ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ പൊരക്കെത്തി വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച ജുമ്മക്ക് പോകുമ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ആയിട്ട് പോകണം. അപ്പോൾ ഞാൻ പിന്നെ കാലത്ത് നോഗോല എടുക്കാൻ വെച്ചിട്ട് നോഗോല ഭയങ്കര വളർന്നിട്ടുണ്ടായി. അങ്ങനെ ആ നോഗോ എടുത്ത് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വരുമ്പോൾ ഭാവി നല്ല ജ്യൂസാക്കി ഉണ്ടായി. അങ്ങനെ ജ്യൂസും കുടിച്ച് ഞാൻ നേരെ ജുമ്മക്ക് പോകാൻ എൻ്റെ മോൻ ഭയങ്കര വെയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബനിയായി. എന്തൊരു വെയിലാണ്, അങ്ങനത്തെ ചൂടാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ ആണെങ്കിൽ ഭയങ്കര തണുപ്പും. രാവിലെ ഒരു 10 മണിയിലാകുമ്പോൾ തുടങ്ങും വെയിലല്ലേ. അങ്ങനെ അയച്ചാനൊക്കെ ജുമാക്ക് പോയി. ജുമാസ് കയറുമ്പോൾ വെയിൽ കയറേണ്ടത് തീയെല്ലാം പിടിച്ചിട്ടുണ്ട്. തീ പിടിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ആ വെയിലിൻ്റെ ചൂടിൽ തീ പിടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ പറഞ്ഞതാണ്. എന്നാലും ജുമാസ് കയറി വരുമ്പോൾ നല്ല സൂര്യൻ ഉണ്ടായി. സൂര്യൻ്റെ നമ്മളെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. പക്ഷേ അപ്പുറത്തെ സൈഡ് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് എത്തിയാകുമ്പോൾ വീട്ടിൽ ഇത്ര നല്ല പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നുണ്ടായി. പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. പൊട്ടറ്റോ ഫ്രൈയും ചോറും മുട്ട ഓംപ്ലേറ്റും പിന്നെ ദാൾ കറിയും. അപ്പോൾ ചോറെല്ലാം വേവിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് നടന്നിട്ട് നമ്മുടെ ചോറ് വേവിച്ച ആ ഒരു സാധനം ദഹിക്കണം ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. നടന്നത്തേക്ക് ഭയങ്കര ക്ഷീണമായി. പിന്നെ ഉച്ചയ്ക്ക് നല്ല ക്ഷീണമായിട്ടുണ്ട്. പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങിയിട്ട് എണിച്ച പാട് പിന്നെ വർക്കൗട്ട് എടുക്കണം. നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൽ വർക്കൗട്ട് എടുക്കും. അങ്ങനെ ആ ഡെയിലി വർക്കൗട്ട് എടുക്കാറുണ്ട്. നിങ്ങൾ എടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. വർക്കൗട്ടെല്ലാം എടുത്തിട്ട് കഴിഞ്ഞ് വർക്കൗട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ഉറങ്ങിയൊരു ക്ഷീണമുണ്ട്. പിന്നെ വർക്കൗട്ട് എടുത്ത ഒരു വേന അത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് അങ്ങനെ നിസ്കരിച്ച് അതിന് നല്ല ഏലക്കെട്ട് ഒരു ചായയും വെച്ച് ചായ ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് കുടിച്ചിട്ടാ നല്ല ഏലക്കെട്ട ചായ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാകും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു.